السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا، فالزاجرات زجرا، فالتاليات ذكرا، إن إلهكم لواحد. സൂറത്ത് സാഫാത്ത് 1 മുതൽ 4 വചനങ്ങളാണ് നിങ്ങൾ കേട്ടത്. അല്ലാഹു തആല ആദ്യത്തെ 3 വചനങ്ങളിലൂടെ സത്യം ചെയ്യുകയാണ്. ആരെക്കൊണ്ടാണ് സത്യം ചെയ്തത് എന്ന വിഷയത്തെ സംബന്ധിച്ച് അവിടെ ചർച്ചകളുണ്ട്. അതുകൊണ്ട് മലക്കുകളാണെന്നും അല്ല, പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. സഹീഹ് ഹദീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയണ്ട. എന്താണോ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വസാഫാത്ത് സഫ, ശരിക്ക് നിരന്ന് നിൽക്കുന്ന സൊഫായി നിൽക്കുന്നത് തന്നെയാണ് സത്യം. ഫസാജിറാത്ത് സജ്റ പിന്നെ ശക്തമായി തടഞ്ഞുകൊണ്ടിരിക്കുന്നവ തന്നെയാണ് സത്യം. ഫത്താലിയാത്ത് ദിക്റ, പിന്നെ ദിക്റുകൾ ഘോഷിക്കുന്നത് തന്നെയാണ് സത്യം. കീർത്തനം ഘോഷിക്കുന്നത് തന്നെയാണ് സത്യം. ഇങ്ങനെ 3 സത്യങ്ങൾ. ആ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിശ്ചയമായും നിങ്ങളുടെ ആരാധ്യൻ ഒരുവൻ തന്നെയാകുന്നു. ഇതാണ് അല്ലാഹു തആല സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത് സത്യം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നു? അള്ളാഹു സൃഷ്ടികളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. സൃഷ്ടികൾ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ സത്യം ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു ഹദീസ് കൂടി ചേർത്ത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആരെങ്കിലും അള്ളാഹു ഒഴിയുള്ളവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ എന്ത് ചെയ്തു? കാഫറായി എന്ന്. മറ്റൊരു ഹദീസിൽ അള്ളാഹു ഒഴിക്കൊണ്ട് ലാത്തെ കൊണ്ട് ഇസ്സത്ത് കൊണ്ട് ആരും സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യുക? പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയട്ടെ എന്നും വന്നിട്ടുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക ഔ കഫറ എന്നുകൂടി മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിന് അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. മൻ ഹലഫ ബിഗൈരില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു, മുശ്രിക്കായി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം എന്നല്ലാതെ നമുക്ക് സൃഷ്ടികൾ കൊണ്ട് കഅബയാണ് സത്യമെന്നോ, കൊടിഞ്ഞില പള്ളിയാണ് സത്യമെന്നോ, അല്ലെങ്കിൽ ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം, ഇങ്ങനെ ഔലിയാക്കന്മാരാണ് സത്യം, ഇങ്ങനെയുള്ള പല സത്യങ്ങൾ എന്തുണ്ട് ചെയ്യാറുണ്ട് പൊതുവേ വിവരമില്ലാത്ത ആളുകളൊക്കെ തന്നെ. ആ കാര്യം ഓർക്കുക, അത് ശിർക്കാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹലഫ ബില്ലാത്ത വൽ ഉസ്സ, പഴയകാലം അവിടെ എങ്ങനെയാണ്, മക്കയിൽ അങ്ങനെ ലാത്തനെ കൊണ്ട് ഉസ്സനെ കൊണ്ടായിരുന്നു അവർ സത്യം ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചുകൊണ്ട് മൻ ഹലഫ ബില്ലാത്ത വൽ ഉസ്സ, ലാത്തനെ കൊണ്ടോ ഉസ്സനെ കൊണ്ടോ ആരും സത്യം ചെയ്താൽ ഫലഖുൽ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് തെറ്റിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇസ്ലാമിക്ക് തിരിച്ചു വരണം. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായില്ലോ, ശിർക്കും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ജാഹിലിയ്യ കാലത്തുള്ള ജനങ്ങളോട് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഫ്ലിഹൂ, അള്ളാഹു അല്ലാതെ ആരാധിക്കാനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും പറയുകയും എങ്കിൽ നിങ്ങൾ വിജയം വരിക്കാം എന്ന്. അപ്പോൾ ആ സന്ദേശത്തിലേക്ക്, തൗഹീദിലേക്ക് ഇങ്ങോട്ട് വരണം. ശിർക്ക് കുഫറിലേക്ക് പോയി എന്നുള്ളതാണ് ആ കാര്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ടുള്ള സത്യമാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിശ്ചയമായും നിങ്ങളുടെ ആരാധ്യൻ
ഒരുവൻ തന്നെയാവുന്നു. ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലേ, ഇഖ്ലാസ്, സൂറത്ത് ഇഖ്ലാസ്. ഖുൽ പറയുക, ഹുവ അവൻ, അള്ളാഹു അഹദ് ഒരുവനാകുന്നു, അള്ളാഹു ഒരുവനാകുന്നു എന്നുള്ള സൂറത്ത്, ഒരു സൂറത്ത് തുടങ്ങുന്നതായിട്ട് അങ്ങനെയാണ്. ഖുൽ ഹുവ അല്ലാഹു അഹദ്. സർവ വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വാഹിദുൽ ഖഹാർ. മറ്റൊരിടത്ത് അങ്ങനെയാണ്, വാഹിദ് എങ്ങനത്തെ വാഹിദാണ്? അൽ ഖഹാറാണ്. സർവ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നു? സർവ്വതിനെയും. അള്ളാഹു ഒഴികളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ, അതിനൊക്കെ അടക്കി ഒതുക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ ഒരുവൻ. അങ്ങനെ ആ സാധാരണ ഉള്ള ഒരുവനല്ല. അള്ളാഹുവിൻ്റെ ഏകത്വം എന്ന് പറയുന്നത് എല്ലാറ്റിലും അള്ളാഹുവരൻ, അള്ളാഹുവില്ലാതെ എല്ലാ കഴിവ്, എല്ലാ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എല്ലാം അതിനപ്പുറത്ത് മാറ്റമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുവനാകുന്നു അള്ളാഹു. അതിൻ്റെ ഗുണവിശേഷണങ്ങൾ, നാമവിശേഷണങ്ങൾ, ഇതൊക്കെ നാമങ്ങൾ ഒക്കെ തന്നെ എല്ലാറ്റിലും മികവോട് കൂടിയിട്ട് ഒരുവനാകുന്നു എന്നുള്ള ആ സത്യം. അപ്പോൾ ആരാധനക്കാരനായി അള്ളാഹുല്ല, മറ്റാരുമില്ല, അവൻ ഒരുവനാകുന്നു. അപ്പോൾ അള്ളാഹു ഒഴിയുള്ളവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടത് അല്ലേ. അപ്പോൾ അള്ളാഹു ഒഴിയുള്ളവർക്ക് അവർ നേർച്ച അർപ്പിച്ചിരുന്നു, അള്ളാഹു ഒഴിയുള്ളവർ കൊണ്ട് അവർ സത്യം ചെയ്തിരുന്നു, അള്ളാഹു ഒഴിയുള്ളവർ പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്താവുന്നു? ആരാധനകളാകുന്നു. ആരാധനഗ്രഹൻ അള്ളാഹു ആകുന്നു. അള്ളാഹുവിനെ ഒഴിയെ നിങ്ങൾ ആരും ആരാധിക്കരുത്. അള്ളാഹു ഒഴിയെ നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാവുന്നു, കുഫ്റാവുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൽ തിരിച്ചു വരട്ടെ എന്ന ആഹ്വാനമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് എന്താവുന്നു? ഈ കാലഘട്ടത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷ സമൂഹം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഇതെന്താവുന്നു? ഒരു ഉത്ബോധനമായി കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്വന്തത്തിൽ, നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ സ്വന്തക്കാർ, ബന്ധുക്കാർ, ആളുകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യണം? ഇത്തരം ആയത്തുകളൊക്കെ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഒരു നിയന്ത്രണം നമ്മൾ കഴിയുന്ന രൂപത്തിലൂടെ നമ്മൾ വരുത്തേണ്ടതുണ്ട്. തിന്മയിൽ നിന്നും തടയുക, നന്മ കൽപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാകുന്നു. വലിയ വന്യൊരായ എന്നിൽ ഒരായത്തിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മാതൃകളായി ജീവിച്ചു ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുന്നുകൊണ്ട് അള്ളാഹു ഒഴിയുള്ളവരെ കൊണ്ട് സത്യം ചെയ്യാതെ അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്തുകൊണ്ട് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി, ശിർക്ക് എന്താ മനസ്സിലാക്കി, തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്താണ് സുന്നത്ത്, എന്താണ് ബിദഅത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്തിൽ ഉറച്ചുകൊണ്ട് ബിദഅത്തിൽ പോകാതെ സൂക്ഷിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ. അമീൻ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലും വീടുകളിലും ഒക്കെ രോഗങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ കൂടെ ഇവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അവർ പലരും നമ്മളോടൊക്കെ തന്നെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വസിയത്ത് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും നമ്മളിലും കുടുംബങ്ങളിലും ഹോസ്പിറ്റലിലും വീടുകളിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് രോഗങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, മറ്റുള്ള കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും രോഗങ്ങൾ ശിഫയും മറ്റുള്ള കഷ്ടപ്പാടുകളിലൊക്കെ തന്നെ അള്ളാഹു അവർക്കും നമുക്കൊക്കെ തന്നെ രക്ഷ നൽകുമാറാകട്ടെ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.